അമ്പലത്തിലൊക്കെ പോയി അന്നേരം ശേഷം ഇതാ ഇനി കല്യാണത്തിന് പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അമ്മ രാവിലെ തന്നെ വന്നിട്ട് കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട്, പിന്നെ മഞ്ജുണ്ട്, ഏട്ടനും മക്കളും എല്ലാവരും കൂടിയാണ് ഞങ്ങളിപ്പോൾ പോണത്. നമ്മുടെ തൊട്ടടുത്ത് തന്നെ കേട്ടോ കല്യാണ വീട്. അത് നമ്മുടെ വീടാണെങ്കിൽ ആ കാണാണ് കല്യാണ വീട്, അത്രയും അടുത്ത് തന്നെയാണ്. അപ്പം രാവിലെ തന്നെ ഏട്ടൻ അവിടെ ആയിരുന്നു. പിന്നെ ഞങ്ങളെ കൂട്ടാൻ വേണ്ടി വന്ന കാരണം മെയിനായിട്ട് ഇതാണ് കേട്ടോ. കാരണം അതിലിപ്പോൾ അടുത്ത് കെട്ടിയിട്ടുള്ളൂ. അപ്പോൾ അത് കയറാന്ന് പറഞ്ഞ് കുറച്ച് റിസ്ക്കുള്ള പരിപാടി. കാരണം സ്റ്റെപ്പ് ഇട്ടിട്ടില്ല, ആ മണ്ണ് മാറ്റിയിട്ട് വേണം സ്റ്റെപ്പ് എന്തെങ്കിലും കെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ മാത്രമല്ലല്ലോ മിത്തോട്ടുള്ളതുകൊണ്ട് ഓനെടുത്ത് കയറുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് റിസ്ക്കാണ്. അപ്പോൾ ഏട്ടൻ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങുമ്പോൾ ഏട്ടൻ തന്നെയാണ് ഓനെടുക്കാറ്. അപ്പോൾ അതിന് വേണ്ടി വന്നതാണ്. അങ്ങനെ ഞങ്ങളവിടെ എത്തിയപ്പോൾ ചെക്കൻ്റെ ടീമൊക്കെ വന്നിരുന്നു. അപ്പോൾ ആ താലികെട്ട് തുടങ്ങാൻ പോവുമായിരുന്നു കേട്ടോ ഞങ്ങളവിടെ എത്തിയ സമയത്ത്. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ശേഷം നല്ല അടിപൊളി ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഭക്ഷണം കഴിക്കായിരുന്നു കേട്ടോ. മിത്തുറിനാണ് തീരെ സമ്മതിക്കില്ല, വിശക്കുണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷെ പറഞ്ഞതൊന്നും ഇല്ലായിരുന്നു കേട്ടോ, ആളൊന്നും കഴിച്ചിട്ടില്ല. കഴിച്ചതാണെങ്കിൽ ഛർദ്ദിക്കും ചെയ്തിരുന്നു കേട്ടോ. അടിപൊളി സദ്യയായിരുന്നു. അങ്ങനെ സദ്യ കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ ഇടയിൽ മിത്തോട്ട് ഫുള്ള് സീനായിരുന്നു. അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നപ്പോൾ വേഗം തന്നെ അങ്ങോട്ട് പോകുന്നു കേട്ടോ. കാരണം തീരെ സമ്മതിക്കില്ല. പിന്നെ അവന് മരുന്ന് കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇന്ന് ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം. ബൈ.